ഹരി ഓം. കൽക്കി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശിലായപ്പൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ കൽക്കി ദർശന പാഠത്തിലെ 3-ാമത്തെ പാഠം പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് മതത്തിലെ സത്യത്തെക്കുറിച്ചാണ്. അതായത് മതങ്ങളൊന്നും ശരിയായ പാതയിലല്ല സഞ്ചരിക്കുന്നത്, അവർ സത്യത്തെ അല്ല പിന്തുടരുന്നത്. ഒരു കാലത്ത് അവർ സത്യത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം കാലഹരണപ്പെട്ടു. ഇന്നിപ്പോൾ അവർ ദൈവത്തിൻ്റെ പുറകെ നടക്കുകയാണ്. മനുഷ്യനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നത്. യഥാർത്ഥ ദൈവമായി മനുഷ്യനെ അവർ തിരിച്ചറിയുന്നേ ഇല്ല. മനുഷ്യനോട് ദ്രോഹങ്ങൾ മാത്രമാണ് കൂടുതലും ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഭൂമിയിലെ ദൈവങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഭൂമിയിലെ ദൈവങ്ങളെന്ന് പറയുന്ന മനുഷ്യനാണ് യഥാർത്ഥ ദൈവം. അപ്പം നമ്മൾക്ക്, അതായത് എനിക്കും നിങ്ങൾക്കും സർവ്വചരാചരങ്ങൾക്കും ഒരു സൃഷ്ടാവുണ്ട്. നമ്മളെ ഏകകോശത്തിൽ നിന്നും ബഹുകോശ ജീവിയായി സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് തന്നെയാണ് എല്ലാവരുടെയും സൃഷ്ടാവ്. ആ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. നാരായണൻ എവിടെയെന്ന് ചോദിച്ചാൽ ഭഗവാൻ സർവ്വവ്യാപിയാണ്, ഭഗവാൻ ഊർജ്ജമാണ്. നമ്മളിലെല്ലാം ഒരുപോലെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ ജനിച്ച സമയത്ത് നമ്മളൊരു ഏകകോശ ജീവിയായിരുന്നു. അത് എത്രയും അതിസൂക്ഷ്മമാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കോശമായിരുന്നു അത്. അമ്മയും അച്ഛനും ഒരു ലിംഗപൂജ നടത്തി, അതായത് സെക്സ് നടത്തി എന്നുള്ള ഒരു റോളേ അവരുടെ ഉള്ളൂ. അതിനുശേഷമുള്ള എല്ലാ പണികളും ചെയ്യുന്ന ഭഗവാനാണ്. ആ ഒരു ഏകകോശത്തെ ആ സെക്കൻഡ് കൊണ്ട് തന്നെ വിഭജിച്ച് ഒരു പൂർണ്ണ വളർച്ചയത്തെ ശിശു ആകുമ്പോൾ ഏകകോശമായിരുന്നു നമ്മൾ. ഏകദേശം 37.2 ലക്ഷം കോടി കോശങ്ങളുള്ള ഒരു പൂർണ്ണ ശിശുവായി മാറുകയാണ് ചെയ്യുന്നത്. ഇത്രയും കോശങ്ങളെല്ലാം സൃഷ്ടിച്ച് നമ്മളെ ജീവനോട് കാത്തുരക്ഷിച്ച് മരണം വരെ കൊണ്ടു നടക്കുന്ന ആ ശക്തിയാണ് ഈശ്വരൻ. അതില്ലാതെ നമുക്ക് ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ സാധ്യമല്ല. ആ ഭഗവാനെ മറന്നിട്ടാണ് ഇന്ന് എല്ലാം കൂടുതലും മനുഷ്യർ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യം പറയുന്നത് ഇഷ്ടമല്ല, അവനവൻ്റെ കാര്യം പറയുന്ന മനുഷ്യന് ഇഷ്ടമല്ല. എല്ലാവർക്കും എൻ്റർടൈൻമെൻറ്റാണ് കൂടുതൽ ഇഷ്ടം. പോട്ടെ, അത് സാരമില്ല, അത് എല്ലാവരും സന്തോഷിക്കുന്ന നല്ല കാര്യമല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഭൂമിയിലെ മനുഷ്യരെക്കുറിച്ച് പഠിക്കാം. നരനും നാരായണനും ഒന്നാണ്. ഈ നാരായണൻ തന്നെയാണ് ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശി ചൊല്ലിക്കേട്ടത് ഹരിനാമകീർത്തനത്തിൽ ഞാൻ പഠിച്ചതാണ്, തീരെ കുഞ്ഞായിരുന്നപ്പോൾ. ഹരിനാമകീർത്തനത്തിൻ്റെ 52-ാമത്തെ ശ്ലോകം: യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടത് നാരായണ സ്തുതികൾ, യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ്മൾ കാണുന്നതെല്ലാം നാരായണനാണ്. അതെന്തായിക്കോട്ടെ, ജീവനുള്ളവയായിക്കോട്ടെ ജീവൻ ഇല്ലാത്തവയായിക്കോട്ടെ, നാരായണനാണ്. യാതൊന്ന് കേട്ടത്, ഇനിയിപ്പം തെറിയാണെങ്കിൽ പോലും അശ്ലീലമാണെങ്കിൽ പോലും കേൾക്കുന്നത് നാരായണ സ്തുതിയാണെന്ന് നമ്മൾ കരുതുക. യാതൊന്ന് ചെയ്യുന്നത് നാരായണ അർച്ചകൾ, ചെയ്യുന്നതെല്ലാം ഭഗവാന് വേണ്ടിയുള്ള അർച്ചനകളാണെന്ന് വിചാരിക്കുക. യാതൊന്ന് ഇതൊക്കെ ഹരി നാരായണായ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കറക്റ്റാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച കാര്യം എനിക്കറിയാം, അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ സാധ്യമല്ലെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്നതെല്ലാം നാരായണനാണ്, കേൾക്കുന്നതെല്ലാം നാരായണനെയാണ്, ചെയ്യുന്നതൊക്കെ നാരായണന് വേണ്ടിയാണ്. എല്ലാം എനിക്ക് നാരായണനാണ്. ഇനി എൻ്റെ പേര് നാരായണനാണ്. പേര് PN ശീലാകുമാരി എന്ന, പുത്തൻപുരയിൽ നാരായണൻ ശീലാകുമാരി എന്നാണ് എൻ്റെ പേര്, എൻ്റെ ഒഫീഷ്യൽ നെയിം. പിന്നെ അയ്യപ്പൻ എന്ന് പറയുന്ന ഹസ്ബൻഡിൻ്റെ പേരാണ്. എനിക്ക് എൻ്റെ ഒരു ബയോളജിക്കൽ ഫാദറുണ്ട്, എനിക്ക് ജന്മം തന്നിട്ട് ഓടിപ്പോയൊരു അച്ഛനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നാരായണൻ രാമൻ എന്നാണ്. അപ്പം കംപ്ലീറ്റ് നാരായണമയമാണ്. അപ്പോൾ ഇന്ന് ഭൂമിയിൽ എല്ലാവരും നാരായണനാണെങ്കിലും 3 തരം നാരായണന്മാരാണ് ഇവിടെ ഉള്ളത്. അത് വിഷ്ണുനാരായണന്മാർ, ബ്രഹ്മനാരായണന്മാർ, ശിവനാരായണന്മാർ. ഇവരെ വേണമെങ്കിൽ നമുക്ക് പറയാം ദേവനാരായണന്മാർ, ബ്രഹ്മനാരായണന്മാർ, അസുരനാരായണന്മാർ. ദേവനാരായണന്മാരെന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ പൂജിക്കുന്നവർ, വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. വിഷ്ണുവിൻ്റെ അവതാരത്തെയും, അതായത് യേശുക്രിസ്തു വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ്. ഞാൻ അതിനെക്കുറിച്ച് നാളെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ഭഗവാന്റെ 23-ാമത്തെ അവതാരമാണ്. അത് ദശാവതാരത്തിൽ 9 വരും, പക്ഷേ അതെല്ലാവരും ബുദ്ധനായിട്ടൊക്കെയാണ് അതിനെ കണക്കാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ് അവതാരം. അപ്പോൾ യേശുക്രിസ്തുവിനെയും കൃഷ്ണനെയും രാമനെയും ഒക്കെ ആരാധിക്കുന്നവരാണ് ദേവന്മാർ, അവരാണ് ദേവനാരായണന്മാർ. പിന്നെ അസുരനാരായണൻ എന്ന് പറയുന്ന ശിവൻ്റെ ഭൂതഗണങ്ങൾ തന്നെ ഒരുപാടുണ്ട്. പിന്നെ കൂടാതെ പാർവതി, കാളി, ദുർഗ, പിന്നെ ആ ഫാമിലിയിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ടല്ലോ, ശിവൻ്റെ പുത്രനായ ഗണപതി, സുബ്രഹ്മണ്യനെ, അങ്ങനെ ശിവപരിവാരത്തെ ആരാധിക്കുന്നവരൊക്കെയാണ് അസുരനാരായണന്മാർ. പക്ഷേ അതിൽ അസുരന്മാരെന്ന് പറയുന്നത് ശിവനെ അല്ലാതെ വേറൊന്നിനെയും ആരാധിക്കത്തില്ലെന്ന് പറഞ്ഞ് കട്ടായം പിടിച്ച് നടക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള അസുരന്മാർ. അപ്പോൾ ഈ ദേവന്മാരും അസുരന്മാരും ഒരിക്കലും ചേരത്തില്ല. ഇവർ രണ്ട് ധ്രുവത്തിലാണ്, റെയിൽവേ ട്രാക്ക് പോലെ 2 പാരലായിട്ടേ പോകത്തുള്ളൂ. ദേവന്മാർക്ക് ആരോടും വൈരാഗ്യമല്ല, അവർ സമാധാനകാംക്ഷികളാണ്. അവർ ശാന്തി സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ഇടതിയല്ലേക്ക് അടിച്ചാൽ വലതിയല്ല കാണിച്ചു കൊടുക്കണമെന്നുള്ള അഹിംസാവാദികളാണ് ദേവനാരായണന്മാർ. അവർ ഒരിക്കലും വഴക്കിനായിട്ട് അങ്ങോട്ട് കയറി പോകത്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നാലും അവർ സഹിക്കുക ചെയ്യുന്നത്. പക്ഷേങ്കിൽ ദേവന്മാർ ശക്തി പ്രാപിക്കുന്ന ഒരു സമയം വരും. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം.
അപ്പോൾ ദേവന്മാരെന്ന ആർക്കും ശല്യം ഉണ്ടാക്കുന്നവരല്ല. അവർ നേരിട്ട് ദൈവത്തെ ഭജിക്കുന്നവരാണ്. ദൈവത്തെ നേരിട്ട് ഭജിക്കുന്നതുകൊണ്ട് അവരെ നമ്മൾ ദേവന്മാരെന്ന് പറയും. അസുരന്മാരെന്ന് പറയുന്നത് ശിവനെ മാത്രം ഭജിക്കുന്നവരാണ്. പണ്ട് പുരാണത്തെ അസുരന്മാർ ഈ ലോകത്തുണ്ട്. അവരെല്ലാം ശിവഭക്തരാണ്. രാവണനായാലും കംസനായാലും ഹിരണ്യാക്ഷനായാലും ഹിരണ്യശിവു ആയാലും ഒരുപാട് ആൾക്കാർ പല യുഗത്തിലായിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം ശിവഭക്തരാണ്. ഇവർക്കെല്ലാം അവസാനം നാശമാണ് വരുന്നത്. അത് മറ്റൊരു പോക്ക്. അപ്പം 3 മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഏത് നാരായണനാണ്? ദേവനാരായണനാണോ, അസുരനാരായണനാണോ, ബ്രഹ്മനാരായണനാണോ എന്ന്. ബ്രഹ്മനാരായണന്മാരെന്ന് പറഞ്ഞാൽ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. അവർ എന്തിനെ ആരാധിക്കും? ബ്രഹ്മാവ് സൃഷ്ടിച്ചെന്നും പറഞ്ഞ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ആരാധിക്കുന്നവരാണ് ബ്രഹ്മനാരായണന്മാർ. ദേവനാരായണന്മാരെന്ന് പറയുന്ന അവർ, ഞാൻ പറഞ്ഞു, അവർ നന്മ കാക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ നന്മയെ ആഗ്രഹിക്കുന്നവരാണ്. സ്വന്തം അവനവന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരാണ് ദേവനാരായണന്മാർ. അവരാണ് ഈ ലോകത്ത് എല്ലാ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും സംഭാവന നൽകിയവർ. അതുപോലെ ആത്മീയ രംഗത്ത് സംഭാവന നൽകിയവരെല്ലാം ദേവനാരായണന്മാരായിട്ടിരിക്കുന്നവരാണ്. ഇവർക്ക് ഊർജ്ജം കൂടുതലാണ്. കാരണം ദൈവത്തെ നേരിട്ട് ഭജിക്കുന്നവർക്കാണല്ലോ ഊർജ്ജം കൂടുതൽ. അപ്പോൾ അവരിലുള്ള സന്യാസിനിമാരും ഒക്കെ നല്ല കഴിവുള്ളവരാണ്. അവർ ജോലി ചെയ്യുന്നവരാണ്. ദേവന്മാരിലെ സന്യാസിനികളും ഒക്കെ. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തുമതത്തിലോട്ട് നോക്കിക്കേ, അവിടുത്തെ അച്ഛന്മാരൊക്കെ ഉണ്ട്. അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന, എല്ലാം ഈ പട്ടാളത്തിൽ വരെ അച്ഛന്മാരുണ്ട്. അതുപോലെ ഓരോ ഫീൽഡിലും ഡാൻസുകാരുണ്ട്. അങ്ങനെ ആതുരരംഗത്തും ഒക്കെ എല്ലാ ഫീൽഡിലും സന്യാസിനികളും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് ക്രിസ്തുമതത്തിൽ. അപ്പോൾ ഇത് ദേവനാരായണന്മാരാണ്. അവർക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു എനർജി ഉള്ളത്. അതേസമയം ബ്രഹ്മമതത്തിൽ, ഹിന്ദുമതത്തിൽ ഞാൻ പറയുകയാണ്, സന്യാസിമാരുണ്ട്. പൊതുവെ ഒരു ജോലി എടുക്കുന്നവരില്ല. പിന്നെ മാതാ അമൃതാനന്ദമയ്യമ്മ വന്നതിന് ശേഷം, ഞാനൊക്കെ ഉണ്ടായതിന് ശേഷമാണ് കുറച്ച് മാറ്റം സംഭവിച്ചു. അവിടുത്തെ ആശുപത്രികളൊക്കെ ഉണ്ടായി. കുറേ ബ്രഹ്മചാരികളും ഒക്കെ അതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ആരും വർക്ക് ചെയ്യുന്നില്ല. എല്ലാവരും ഏതെങ്കിലും മൂലയ്ക്ക് കുത്തിപ്പിടിച്ച് ഒന്നിൽ കഞ്ചാവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, ശിവസന്യാസിമാരുടെ കാര്യമാണ്, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്കിൽ, സന്യാസിമാർ. ഹരിദ്വാറിലും അവിടെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇവരെയൊക്കെ വീഡിയോയിൽ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെനിക്കും അവരിന്ന് കഞ്ചാവ് വിളിക്കുന്നതൊക്കെ ഞാൻ ശരിക്കും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു പണിയും ചെയ്യാതെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഊർജ്ജമില്ല. കാരണം അവർ ശിവനാണ്. ശിവനെ ആരാധിക്കുന്നവർക്ക് ഊർജ്ജമില്ല. നെഗറ്റീവ് ഊർജ്ജമാണ് അവരിലുള്ളത്. പോസിറ്റീവ് ഊർജ്ജം വേണമെങ്കിൽ നമ്മൾ വിഷ്ണു ആരാധനയിൽ പോകണം. പക്ഷേ അതെല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. ഒരുപാട് സഹനമൊക്കെ ഉള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അപ്പം ദേവന്മാരെന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി ഉള്ളവർ, നന്മ ചെയ്യുന്നവരാണ്. അവരവർക്കും ലോകത്തിനും വേണ്ടി നന്മ ചെയ്യുകയും ശാന്തിയോടും സമാനത്തോടും കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് ദേവനാരായണന്മാർ. ഇനി ബ്രഹ്മനാരായണന്മാരെന്ന് പറയുന്നത് അവർ ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവർക്കാണ്. അവരുടെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ 0 ആണ്. അവരധികം ജോലി എടുക്കുന്നവരല്ല ബ്രഹ്മനാരായണന്മാർ, അതായത് പ്രത്യേകിച്ച് സന്യാസികൾ. എന്നാൽ അവർ ഇല്ലെന്നല്ല, അവർ ജോലി എടുക്കുന്നുണ്ട്. അത്യാവശ്യത്തിന് അവർ ജീവിക്കാൻ വേണ്ടി അവർ ജോലികളൊക്കെ എടുക്കുന്നവരാണ്. പിന്നെ 3ാമത്തെ കൂട്ടർന്ന് അസുരനാരായണന്മാരാണ്. അവർ തീരെയും പണിയെടുക്കുന്നവരല്ല. അവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അടിച്ചുമാറ്റലാണ് പ്രധാനമായിട്ട്. ആചാര ലംഘനങ്ങളാണ്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, അവനവനും മറ്റുള്ളവർക്കും ദ്രോഹം ചെയ്യുന്ന പരിപാടികളാണ് അസുരനാരായണന്മാർക്കുള്ളത്. അത് കാരണം ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല. ഒരു യുഗത്തിൽ ഇവർ യോജിക്കത്തില്ല. എപ്പോഴും അസുരന്മാർ ദേവന്മാരെ കിട്ടിയ സമയത്തെല്ലാം അവരെ കയറി അടിക്കും. അവരുടെ പെണ്ണുങ്ങളെ അടിച്ചുകൊണ്ട് പോകും. അവരെ എപ്പോഴും ഉപദ്രവിക്കുകയാണ് ഈ അസുരനാരായണന്മാർ ചെയ്യുന്നത്. രാവണൻ്റെ കാലത്ത് തൊട്ടായാലും ഹിരണ്യകശിപുവിൻ്റെ കാലം തൊട്ടാണെങ്കിൽ ഇവരുടെ പണി ഇത് തന്നെയാണ്. ആചാരലംഘനം, അടിച്ചുമാറ്റൽ, പിന്നെ അഹങ്കാരം, പിന്നെ അതുപോലെ കുറേ ആകളുണ്ട്. പിന്നെ കുറേ കാകളുണ്ട്. കാമം, ക്രോധം, പിന്നെ അതുപോലെ ഒരുപാട് എന്താ പറയുക, ക്ഷമയില്ല. പിന്നെ അതുപോലെ എല്ലാ രീതിയിലും നെഗറ്റീവ് സ്വഭാവമുള്ളവരാണ് ഈ അസുരന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മതത്തിനെയും കാണുന്നത്, ഞാൻ ഈ ലോകത്ത് 3 തരം മനുഷ്യരെ മാത്രമേ കാണുന്നുള്ളൂ. ഈ 3 തരം മനുഷ്യരെ ലോകത്തുണ്ട്. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും, രണ്ടിനും ഇടയ്ക്കുപെട്ട ഒരു മധ്യവർത്തികളായ ആളുകൾ, അവരാണ് ബ്രഹ്മന്മാരെന്ന് പറയുന്നത്. ഇത്രയും 3 മനുഷ്യരേ ഉള്ളൂ ഈ ലോകത്ത്. ഞാനൊരു മതത്തെയും കാണുന്നില്ല. ഞാൻ ഭഗവാൻ നാരായണൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മതത്തിനെ കാണാൻ പറ്റത്തില്ല. മനുഷ്യരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പം നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും എന്തായാലും അവർക്ക് അതിൻ്റെ ശിക്ഷ കിട്ടാതിരിക്കത്തില്ല. ഇനിയും മറ്റൊരു കാര്യം, ഈ ദേവന്മാർ പൊതുവെ ഞാൻ പറഞ്ഞു, അവരൊരിക്കലും അങ്ങോട്ട് കയറി വഴക്കിന് പോകുന്നവരില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ അവർക്ക് പ്രതികരണ ശേഷിയും തീരെ കുറവാണ്. അവരെല്ലാം സഹിക്കുകയുള്ളൂ. പക്ഷേ ഇവർ ശക്തി പ്രാപിക്കുന്ന എപ്പോഴാണെന്നറിയാം, എപ്പോഴെങ്കിലും. അങ്ങനെ ദേവന്മാരുടെ ദൈവമാണ് വിഷ്ണു ഭഗവാനാണ് ഭൂമിയിൽ അവതാരം എടുക്കുന്നത്. ഇത് കലിയുഗമാണ്. ഇപ്പോൾ കലിയുഗത്തിൽ വിഷ്ണു ഭഗവാൻ അവതരിച്ച് കഴിഞ്ഞു. ഭഗവാൻ അവതരിച്ചിട്ട് ഇപ്പം തന്നെ കഴിഞ്ഞ ഒരു 21 വർഷം ആകുന്നു ഭഗവാൻ ഒരു അവതാരത്തിൻ്റെ പ്രക്രിയയിലേക്ക് വന്നിട്ട്. ഇതിന് ശേഷമാണ് ഇപ്പം ദേവന്മാർ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പം പിന്നെ
എന്താ പറയുന്നത്, മോദിജിയൊക്കെ ആണെങ്കിലും അധികാരത്തിൽ വരികയും അയോധ്യ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത് കാരണം ആ ദേവന്മാർ ശക്തി പ്രാപിച്ചതിൻ്റെ അടയാളമാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ പാർഷ്യാലിറ്റി പറയുന്നത്, പാർഷ്യാലിറ്റി പറയുമൊന്നുമല്ല, ആരുടെയും പക്ഷം പിടിക്കാമല്ലോ. പക്ഷേ സത്യം ഞാൻ പറയുകയാണ്, എനിക്കതിന് പേടിയൊന്നുമില്ല. കാരണം ഭഗവാൻ ഇഷ്ടം ഭക്തന്മാരെയും ധർമ്മത്തിൻ്റെ കൂടെ ഭഗവാൻ നിൽക്കത്തുള്ളൂ. ധർമ്മം എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്. പിന്നെ അതുപോലെ സത്യം എവിടെയുണ്ടോ ഭഗവാൻ അവിടെ ഉണ്ട്. കാരണം അസുരന്മാർക്ക് സത്യം പറയാൻ ദഹിക്കത്തില്ല. കാരണം അവർക്ക് നന്മയൊന്നും ഒരിക്കലും ദഹിക്കുന്നവരല്ല അസുരന്മാർ. അപ്പം ദേവന്മാർ എന്ത് ചെയ്താലും അവർക്ക് കുറ്റം കണ്ടുപിടിക്കില്ല. അത് ഞാൻ പറഞ്ഞ കുറേ ഇവർക്കുണ്ട്. അത് കാമവും അഹങ്കാരവും ഇതെല്ലാം ഇവർക്കുണ്ട്. കുറ്റം കണ്ടുപിടിക്കുക, അതാണ് മറ്റുള്ളവർ കുറ്റം പറയുക, അസഭ്യം പറയുക, പിന്നെ നെഗറ്റീവ് കമൻറ്റ് കൊണ്ടിടുക, ഇതെല്ലാം ചെയ്യുന്ന അസുരന്മാരാണ്. ഈ കൊല്ലുന്നതും കൊല വിളിക്കുന്നത്, ഈ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നതും നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളും എല്ലാം നിങ്ങൾ എടുത്തു നോക്കിയോ. ഇത് ഒരൊറ്റ ദൈവഭക്തനും അല്ല ചെയ്യുന്ന. എല്ലാ അസുരന്മാരും ഒന്നീ ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവരായിരിക്കും ഈ കൂടുതലും കൊലപാതകങ്ങളെല്ലാം കേരളത്തിൽ നടത്തുന്നത്, ഈ പെണ്ണുങ്ങളെ കൊല്ലുന്നു, സ്ത്രീധനത്തിന് വേണ്ടി നടക്കുന്നത്. കാരണം അവർക്ക് ദൈവവിശ്വാസം ഇല്ലല്ലോ, പിന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. അത് ഈ ലോകത്ത് എവിടെയായാലും അധർമ്മം നടത്തുന്ന മുഴുവൻ അസുരന്മാരാണ്. എന്തായാലും അവർക്ക് അതിന് ശിക്ഷ കിട്ടും. അതിന് ഭഗവാൻ അവർക്ക് ശിക്ഷ കൊടുക്കാൻ യാതൊരു സംശയവും ഇല്ല. അപ്പം ദേവന്മാരെന്താണെന്ന് മനസ്സിലായല്ലോ. ദൈവത്തിൽ നിന്ന് നേരിട്ട് ഊർജ്ജം സ്വീകരിക്കുന്നതിന് അവർക്ക് നല്ല പോസിറ്റീവ് എനർജിയാണ്. ഇപ്പം ഞാൻ ചെറുപ്പം തൊട്ടേ ഒരു മീഡിയേറ്ററും ഇല്ലാതെ ഇന്ന് വരെ ഞാനൊരു ദൈവത്തിൻ്റെയും പുറകെ പോയിട്ടില്ല. ഞാൻ നേരിട്ട് ഭഗവാൻ നാരായണൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ആരാധിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഊർജ്ജം അറിയാമല്ലോ. ഈ 62-ാം വയസ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഊർജ്ജം ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പം ദൈവത്തെ നേരിട്ട് ആരാധിക്കുന്നവരാണ് ദേവന്മാർ. അസുരന്മാരെന്ന് പറയുന്നത് മൂന്നാമത്തെ ആൾക്കാരാണ്, അത് താമസന്മാരാണ്. ദേവന്മാരും കഴിഞ്ഞ് ബ്രഹ്മന്മാരും കഴിഞ്ഞ് മൂന്നാമത്തെ ആളുകളാണ് അസുരന്മാരെന്ന് പറഞ്ഞാൽ. അവർ ശിവനെ ആരാധിക്കും. ശിവനെന്ന് പറഞ്ഞാൽ രാത്രിയാണല്ലോ, ശിവരാത്രി ആണെങ്കിലും ചന്ദ്രനും ഒക്കെ ആണല്ലോ ശിവൻ്റെ അടയാളം. അപ്പോൾ രാത്രിയിൽ ഊർജ്ജമില്ല മനുഷ്യൻ. രാത്രിയാണ് ശിവൻ്റെ അടയാളം, നക്ഷത്രമാണ്, ചന്ദ്രനാണ് നക്ഷത്രമൊക്കെ ശിവൻ്റെ അടയാളമാണ്. അപ്പോൾ ശിവനെ ആരാധിക്കുന്നവർക്ക് പൊതുവെ ഊർജ്ജം കുറവാണ്. അതിലെ ശിവന്മാരുടെ സന്യാസിമാരായാലും അവർക്ക് ജോലി ചെയ്യാനുള്ള ഊർജ്ജം ഒന്നുമില്ല. അവരെവിടെയെങ്കിലുമൊക്കെ പോയി അവർ കൂടുതൽ നാഗസന്യാസികളായിട്ട് നടക്കും, തുണിയില്ലാതിരിക്കുന്നത്. എവിടെയും ഇവർക്ക് ലിംഗപ്രദർശനം, ലിംഗമാണ് ഇവരെ പ്രധാന സംഭവം. നീ ലിംഗപൂജ നടത്തുക, ശിവലിംഗത്തിൽ പൂജ നടത്തുക, അല്ലെങ്കിൽ ലിംഗം പ്രദർശിപ്പിക്കുക. പിന്നെ അതുപോലെ ഈ കാമാഖ്യ ക്ഷേത്രമൊക്കെ ഉണ്ടോ, യോനി പൂജ, ഇതൊക്കെ എല്ലാ ശിവാരാധനയുടെ ഭാഗമായിട്ട് നടക്കും. നമുക്കറിയാമല്ലോ ബലി. ഇപ്പം നേപ്പാളിൽ പിന്നെ ശിവ ക്ഷേത്രങ്ങളാണ് കൂടുതലുള്ളത്. എന്താണ് നേപ്പാളിലെ ഒരു അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പശുപതിനാഥ ക്ഷേത്രം. അവിടെയൊക്കെ ആണെങ്കിൽ എന്തുമാത്രം മൃഗങ്ങളെ ബലി കൊടുക്കുന്നതെന്നറിയാം. 5 വർഷം കൂടുമ്പോൾ ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് ഒന്നിച്ച് ബലി കൊടുക്കുന്നത്. കാളി പൂജ, അങ്ങനെ ഒരുപാട് ശിവാരാധനകളുണ്ട്. ചാത്തൻ സേവ, കുട്ടിച്ചാത്തൻ സേവ, മാടന്, മറുത, ഇതെല്ലാം ശിവാരാധന. ശിവൻ്റെ ഭൂതഗണങ്ങളാണ് എന്ന് പറഞ്ഞ് ശിവനില്ല നമുക്ക് ജീവിക്കാൻ പറ്റും. ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്. ഇത് നാശമുള്ളതാണ്, നമ്മുടെ ശരീരത്തിന് നാശമുണ്ട്. നമ്മുടെ ആത്മാവായിരിക്കുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് വിഷ്ണു എന്ന് പറയുന്നത്. നമ്മുടെ ഹാർഡ്വെയർ ആണ് ശിവൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയാണ് ശിവന്, നമ്മുടെ എഞ്ചിനാണ് വിഷ്ണു. ഇത് രണ്ടുമില്ലാതെ നമുക്ക് പോകത്തില്ല. കാരണം ജനനം ഉണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. അപ്പോൾ വിഷ്ണു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവനുണ്ട്. പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് എനർജി ഉണ്ട്. ഞാൻ ഭഗവാൻ ശിവനെ ഒന്നും കുറ്റം പറഞ്ഞല്ലോ. എനിക്ക് ഭഗവാന്റെ എത്രയോ കീർത്തനങ്ങൾ അറിയാം. ഞാൻ എന്നും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ കീർത്തനങ്ങൾ ചൊല്ലി അങ്ങനെ ഞാൻ ചെറുപ്പം തൊട്ട് ശീലിച്ചതാണ്. അല്ലാതെ എനിക്ക് ഒരു ദൈവങ്ങളോടും വെറുപ്പോ അല്ല, ഞാനതൊന്നും വെച്ചല്ല പറഞ്ഞത്. സത്യം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതൊക്കെ പറയുന്നല്ലേ. എനിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും വിചാരിച്ച് നിർത്താനും പോകുന്നില്ല. ഇതെല്ലാം ഭഗവാൻ തീരുമാനിച്ച നാരായണൻ്റെ തീരുമാനമാണ്. നാരായണൻ തന്നെയാണല്ലോ ശിവൻ, നാരായണൻ തന്നെയാണല്ലോ വിഷ്ണു, നാരായണൻ തന്നെയല്ലോ ബ്രഹ്മ. അവിടുത്തെ തീരുമാനങ്ങളാണ് നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന്. അപ്പം നമ്മളെല്ലാം നാരായണന്മാരാണ്. നമ്മൾ പക്ഷേ മൂന്നായിട്ടേ ഇരിക്കുകയുള്ളൂ, ഒരിക്കലും ഇരിക്കുന്നത്. നമ്മുടെ ഈ വിരലുകളല്ലേ എല്ലാം ഒരുപോലെ അല്ലല്ലോ, എല്ലാം പലതായിട്ടല്ലേ ഇരിക്കുന്നത്. ഒരേ കൈയുടെ ഒരേ വിരലുകളാണ്, പക്ഷേ ഇതിനെല്ലാം ഓരോ ധർമ്മമാണ്. ഓരോ വിരലിന് എന്ന് പറഞ്ഞ പോലെ ഓരോ ദൈവങ്ങൾക്കും ഓരോ ഡ്യൂട്ടിയാണ്. അതനുസരിച്ചാണ് ഓരോ മനുഷ്യർ. അപ്പോൾ ഈ ഭൂമിയിൽ 3 തരം ദൈവങ്ങളാണുള്ളത്. ഈ ദൈവങ്ങൾ തന്നെയാണ് മനുഷ്യരും. അപ്പോൾ നമ്മളെല്ലാം നാരായണന്മാരാണ്. പക്ഷേ നമ്മൾ വിഷ്ണുവായി ഇരിക്കുന്നു, ബ്രഹ്മാവായിട്ടും ഇരിക്കുന്നു, ശിവനായിട്ടും ഇരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ക്ലാസ്. നന്ദി, നമസ്കാരം.